പ്രിയമുള്ളവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSLC പരീക്ഷ കഴിഞ്ഞ് എല്ലാവരും ഗ്രേസ് മാർക്ക് എൻട്രിയുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളിലാണുള്ളത്. 2024-25 അധ്യയന വർഷത്തെ ഗ്രേസ് മാർക്ക് എൻട്രിയുടെ അപ്ഡേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഗ്രേസ് മാർക്ക് എൻട്രിയുമായി നമ്മൾ നൽകിയിട്ടുള്ള ആദ്യത്തെ വീഡിയോയുടെ ബാക്കി ഭാഗമാണ് ഇവിടെ നൽകുന്നത്. അപ്പോൾ നമ്മൾ പ്രീ എക്സാമിനേഷൻ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഗ്രേസ് മാർക്ക് ആപ്ലിക്കേഷൻ വന്നു. ഇവിടെ ഗ്രേസ് മാർക്ക് എൻട്രി എന്നൊരു ടാബ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രജിസ്റ്റർ നമ്പർ ഈ ഭാഗത്ത് ഈ പേജിൽ നമുക്ക് കാൻഡിഡേറ്റിൻ്റെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യാം. രജിസ്റ്റർ നമ്പർ നമ്മൾ എൻ്റർ ചെയ്യുന്നു. ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കാൻഡിഡേറ്റിൻ്റെ പേര് വരും. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ക്ലിക്ക് ഹിയർ ടു ഷോ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ്. ഇവിടെ കുട്ടിയുടെ പേരടക്കമുള്ള എല്ലാ ഡീറ്റെയിൽസും വരുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവൻ്റ് അറ്റൻഡഡ് സെലക്ട് ആൻ ഇവൻ്റ്. അപ്പോൾ നമ്മുടെ കാൻഡിഡേറ്റിന് ഏത് ഇനത്തിലാണോ ഗ്രേസ് മാർക്ക് നൽകേണ്ടത് അതിൻ്റെ വിശദാംശങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുള്ള കുട്ടികൾക്കാണ് ഗ്രേസ് മാർക്ക് ലഭിക്കുക. നമ്മൾ ഇവിടെ NCC 20 മാർക്സ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പാർട്ടിസിപ്പേറ്റഡ് എന്ന് വരുന്നു. NCC 20 മാർക്സിന് പ്രത്യേകിച്ച് പാർട്ടിസിപ്പേഷൻ കൊടുക്കാനില്ല. ഇവിടെ അറ്റൻഡൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ NCCയിൽ അറ്റൻഡൻസിനാണ് പ്രധാനം. 75% മുകളിൽ അറ്റൻഡൻസ് ഉണ്ടാവണം. അപ്പോൾ നമ്മളിവിടെ ഒരു 80%, ഇത് പെർസെൻറ്റേജിലാണ് വരിക. ഇനി എന്തെങ്കിലും കാൻഡിഡേറ്റുമായി ബന്ധപ്പെട്ട റിമാർക്സുകൾ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എൻ്റർ ചെയ്യാം. അതിനുശേഷം സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ കാൻഡിഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ആയതായി ഈ ഭാഗത്ത് കാണിക്കും, താഴത്തെ പേജിൽ കാണിക്കും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ കാൻഡിഡേറ്റിൻ്റെ ഇൻഡിവിജ്വൽ റിപ്പോർട്ട് എടുക്കുക എന്നുള്ളതാണ്. ഓരോ ഐറ്റത്തിലുമുള്ള ഇൻഡിവിജ്വൽ റിപ്പോർട്ടുകളാണ് ഇവിടെ കിട്ടുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം നേരത്തെ നമ്മൾ ഏത് ഐറ്റത്തിലാണോ നമ്മൾ കുട്ടിക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുള്ളത് അതിവിടെ വരും. നമുക്കത് ഇൻഡിവിജ്വൽ റിപ്പോർട്ട് എടുക്കാം. ഇവിടെ NCC 20 മാർക്സ് ലഭിച്ചിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ റിപ്പോർട്ടുകളെല്ലാം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ടാണ് ഹെഡ് മാസ്റ്റർ സൈൻ ചെയ്തതിന് ശേഷം മേലധികാരികളെ ഏൽപ്പിക്കുക. അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് ഗ്രേസ് മാർക്കിന് അർഹരായിട്ടുള്ള മുഴുവൻ കുട്ടികളുടെയും ഡീറ്റെയിൽസ് നമുക്ക് ഗെറ്റ് ഓൾ റിപ്പോർട്ട്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ സ്കൂളിലെ മുഴുവൻ കാൻഡിഡേറ്റിൻ്റെയും ഗ്രേസ് മാർക്ക് ലഭിക്കേണ്ട കാൻഡിഡേറ്റ്സിൻ്റെയും റിപ്പോർട്ട് ഇവിടെ ലഭിച്ചു കഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പ്രീ എക്സാമിനേഷൻ ഗ്രേസ് മാർക്ക് ആപ്ലിക്കേഷൻ. ഗ്രേസ് മാർക്ക് ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എൻട്രി കൊടുത്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് മേലധികാരികളെ ഏൽപ്പിച്ചതിന് ശേഷം നമ്മുടെ എക്സാമിൽ വരാൻ സാധ്യതയുള്ള മറ്റൊന്നാണ് ഗ്രേസ് മാർക്ക് റിജക്റ്റഡ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കാരണത്താലാണോ റിജക്റ്റ് ചെയ്തിട്ടുള്ളത് ആ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ പരിഹരിച്ചതിന് ശേഷം നമുക്കിവിടെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ടാബ് ഓപ്പൺ ആയി കിട്ടും. ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് ഈ പ്രശ്നം നമ്മൾ പരിഹരിക്കേണ്ടത് എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ PDF ഫോർമാറ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ച് നമുക്ക് കുട്ടിയുടെ റിജക്റ്റ് ആവാനുള്ള കാരണം കണ്ടെത്തി വീണ്ടും കുട്ടിയെ റീ എൻ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗ്രേസ് മാർക്ക് എൻട്രിയുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാനുള്ളത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. നന്ദി.